ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. കൊല്ലവർഷം 1201 കന്നിമാസം വന്നെത്തുകയാണ്. കന്നിമാസത്തില് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനമുള്ള 8 നക്ഷത്രക്കാരെ കവടി പ്രശ്നത്തിലൂടെ നോക്കിയപ്പോൾ കണ്ടതാണ്. ഈ 8 നക്ഷത്രക്കാരൊക്കെയാണെന്ന് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു കന്നിമാസത്തില് 1201 ആണ്ട് കന്നിമാസത്തില് ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെയാണ് അനുകൂലമായിട്ട് വരുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം മസ്റ്റായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. കവടി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആദ്യമായി ഇതിനകത്ത് കണ്ടത് കന്നിമാസം 1201 ആണ്ട് കന്നിമാസത്തില് ആയില്യം ചോതി നക്ഷത്രം, ഈ 2 നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള, അതായത് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു എന്നാണ് കണ്ടത്. നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള നല്ല ഒരു മാസമായിരിക്കും കന്നിമാസം ചോതി നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു മാസമായിരിക്കും. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇൻക്രിമെന്റ് കാര്യങ്ങൾ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തവർക്കും അതുപോലെ തന്നെ പ്രൊമോഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള നല്ല ഒരു മാസമായിരിക്കും. മാർക്കറ്റിംഗ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കാഴ്ചവെക്കാൻ പറ്റിയ നല്ല ഒരു മാസമായിരിക്കും. ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. പാൽപ്പായസം വഴിപാടായിട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ തുളസി മാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ ഉചിതമായിരിക്കും. നല്ല രീതിയിലുള്ള വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും ഈ വരുന്ന കന്നിമാസം. അടുത്ത 2 നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് തൃക്കേട്ട വിശാഖം നക്ഷത്രമാണ്. ഈ തൃക്കേട്ട വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള മാസമായിരിക്കും 1201 ആണ്ട് കന്നിമാസം. ഇവർക്ക് മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ധനപരമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രപരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അങ്ങനെ കുടിശ്ശികയായി കിടക്കുന്ന പണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരു മാസമാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ നല്ല അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞ നല്ലൊരു മാസമായിരിക്കും കന്നിമാസം തൃക്കേട്ട നക്ഷത്രക്കാർക്കും വിശാഖ നക്ഷത്രക്കാർക്കും. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ മുതൽക്കൂട്ടായിട്ടുള്ള നല്ലൊരു മാസമായിരിക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒക്കെ അലോക്കേറ്റ് ചെയ്യാനും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു മാസമായിരിക്കും. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം അഷ്ടകം ജപിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോൾ നെയ്യ് ഉപയോഗിച്ച് വേണം വിളക്ക് തെളിയിക്കാൻ. 5 തിരിയിട്ട വിളക്കിൽ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുക. മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കണം. അങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ലക്ഷ്മി ദേവി കടാക്ഷം നിങ്ങൾക്ക് ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പം 4 നക്ഷത്രക്കാരെ കുറിച്ച് ഞാനിപ്പോൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാൻ പോകുന്ന 4 നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നല്ല രീതിയിൽ ഉള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള നല്ലൊരു ഒരു വഴിത്താര തന്നെ ഒരുങ്ങി കിട്ടുന്നതായിരിക്കും. ആ 4 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഉത്രം നക്ഷത്രം, അത്തം, ഉത്രാടം നക്ഷത്രം, അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രം. ഈ 4 നക്ഷത്രക്കാർക്ക്, അതായത് ഉത്രം, അത്തം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ, ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും, തീർച്ചയായിട്ടും ശത്രുക്കൾ ഉണ്ട്, പക്ഷെ ഈ ഒരു മാസം 1201 കന്നിമാസത്തിലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറുകയും നല്ല രീതിയിൽ ജീവിതം മുൻപോട്ട് നയിക്കാൻ സഹായകരമാകുന്നതുമാണ്. സംസാരം നിമിത്തം ശത്രുക്കൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സംസാരം മിതത്വഭാവം ഇല്ലാതെ
ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളതാണ് ഇതിനു മുൻപ്. പക്ഷെ ഈ ഒരു മാസം വളരെ സമാധാനപരമായിട്ടുള്ള മാസമായിരിക്കും ഈ പറഞ്ഞ 4 നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറി നിൽക്കുന്നതാണ്. നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെയൊക്കെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്ത് ആ ജോലി സംബന്ധമായിട്ട് നല്ല ഉയർച്ച എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു മാസം കൂടിയായിരിക്കും ഞാൻ ഈ പറഞ്ഞ 4 നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു മാസമായിരിക്കും. പ്രത്യേകിച്ച് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും ജോലി അച്ചീവ് ചെയ്തെടുക്കാനും സഹായകരമാവുന്ന നല്ല ഒരു മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 4 നക്ഷത്രക്കാർ ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുക. അതായത് ജപാകുസുമ സംകാശം കാശിവേയം മഹാദിത്യം തമോരും സർവ പാപഗ്നം പ്രണതോസ്മി ദിവാകരം ആദിത്യ മന്ത്രം ദിവസവും ജപിക്കണം. അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരം ദിവസവും 108 തവണ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. പറ്റുമെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷേത്ര ദർശനത്തിന് കൂടി കൂടുതൽ പ്രസക്തി, കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവാധീനത്തോടു കൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു മാസമായിരിക്കും 1201 ആണ്ട് കന്നിമാസം. അപ്പം ഞാൻ ഈ പറഞ്ഞ 8 നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു മാസമാണ് ഈ വരുന്ന കന്നിമാസം. എന്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, വിലയേറെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, അതുപോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ്, അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല, സൗജന്യപരമാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പേഴ്സണലി ആസ്ട്രോളജി റിലേറ്റഡ് കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ടിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടിംഗ് സൗകര്യമുള്ളതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.